ഓം ശാന്തി. ഞാൻ സ്വയം ആത്മാവാണെന്ന നിശ്ചയത്തോടെ ഭ്രൂകുടി മധ്യത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന തേജസ്വി രത്നത്തെ കാണുന്നു. സർവശക്തിവാൻ, നിരാകാർ, പരംപിതാവിന്റെ സർവശ്രേഷ്ഠ രചനയാണ് ഞാൻ. ഞാൻ നിശ്ചയബുദ്ധിയായി സദാ ബാബയിൽ സമർപ്പിതമാണ്. ദേഹബോധം, വികാരങ്ങളുടെ വംശം, ദേഹത്തിന്റെ സംബന്ധങ്ങൾ, വിനാശി പദാർത്ഥങ്ങളുടെ ആഗ്രഹങ്ങൾ സർവ്വതും വംശസഹിതം ബാബയിൽ അർപ്പിക്കുന്നു. സർവവംശസഹിതം സമർപ്പിതമായി ഞാൻ നിശ്ചയബുദ്ധി ആത്മാവാകുന്നു. ഞാൻ വിജയരത്നമാണ്. നിശ്ചയത്തിന്റെ ആത്മീയ ലഹരി എൻ്റെ മുഖത്തിൽ പ്രത്യക്ഷമാണ്. എൻ്റെ ഓരോ സങ്കല്പത്തിലും കർമ്മത്തിലും സഹജമായി വിജയം അനുഭവപ്പെടുന്നു. നിശ്ചയബുദ്ധി ആത്മാവിന് വിജയം അധികാര രൂപത്തിൽ പ്രാപ്തമാകുന്നു. എൻ്റെ ശ്രേഷ്ഠ ഭാഗ്യം, ശ്രേഷ്ഠ ജീവൻ, സർവശ്രേഷ്ഠ ബാബയിലും പരിവാരത്തിലും സംബന്ധ സമ്പർക്കത്തിലും ഒരു സെക്കൻഡ് പോലും സംശയമില്ല. ഓരോ കാര്യത്തിലും ബിന്ദു ചേർക്കുന്ന ഞാൻ നിശ്ചയബുദ്ധി ആത്മാവാണ്. സ്വയം ചിന്തയില്ലാത്ത ചക്രവർത്തിയുടെ അനുഭവം ചെയ്യുന്നു. സദാ ശ്രേഷ്ഠ സ്ഥിതിയുടെ സിംഹാസനത്തിലിരിക്കുന്നു. ബാബയിൽ നിന്നും ലഭിച്ച നോളജിന്റെ ലൈറ്റും വൈറ്റിലൂടെ ശക്തിയിലൂടെ ശ്രേഷ്ഠ സ്ഥിതിയിൽ സ്ഥിതമായി സദാ അജൽ അടൂൾ ആത്മാവായിരിക്കുന്നു. ഞാൻ നിശ്ചയബുദ്ധി ആത്മാ എൻ്റെ ശ്രേഷ്ഠ സ്ഥിതിയുടെ ആധാരത്തിൽ ബാബയിൽ നിന്നും ലഭിച്ച സംബന്ധത്തിന്റെ ആധാരത്തിൽ വരദാനങ്ങളുടെ ആധാരത്തിൽ പരിസ്ഥിതിയെ പരിവർത്തനം ചെയ്യുന്നു. ഞാൻ സർവ പ്രാപ്തി സ്വരൂപമാകുന്നു. മാസ്റ്റർ സർവശക്തിവാനാണ്. ചിന്തയില്ലാത്ത ചക്രവർത്തിയാണ്. സദാ നിശ്ചിന്തമായിരിക്കുന്നു. ഓരോ കാര്യത്തിലും വിജയം പ്രാപ്തി ചെയ്യുന്ന ലഹരിയിലിരിക്കുന്നു.
നിശ്ചിന്തമായിരിക്കുന്നു. ഞാൻ നിശ്ചയ ബുദ്ധി ആത്മാ സദാ ആത്മീയ ലഹരിയിലിരിക്കുന്നു. മറ്റുള്ളവർക്കും ആത്മീയ ലഹരി ഉണ്ടാക്കുന്നു. ഭാഷയിൽ സദാ മധുരത, സ്വഭാവത്തിൽ ഉദാരത, സദാ മറ്റുള്ളവരെ മുന്നിൽ വെക്കുന്ന ഭാഷ, സർവരുടെയും കല്യാണത്തിന്റെ ഭാഷ, ഒരിക്കലും സ്വയം പ്രതി മുന്നിൽ നിൽക്കാനുള്ള ആശയില്ല. ഡ്രാമ അനുസരിച്ച് മനസ്സിൽ ആഗ്രഹിക്കുന്ന ഫലം പ്രാപ്തമാക്കുന്നു. ഞാൻ നിശ്ചയ ബുദ്ധി വിജയരത്നമാകുന്നു. ഈശ്വരീയ മിഷനിൽ ഉറച്ച നിശ്ചയ ബുദ്ധികളായ കുട്ടികൾ നിന്ദാസ്തുതി എല്ലാറ്റിലും ക്ഷമയോടെ ഇരിക്കുന്നു. ദേഹിക ദൃഷ്ടിയോടെ കാണില്ല, ആത്മാവാണെന്ന് മനസ്സിലാക്കി സംസാരിക്കും. കമല പുഷ്പ സമാനം പവിത്രമായി ജീവിക്കും. യാതൊരു ഇച്ഛയും ഉണ്ടാകുന്നില്ല. ഞാൻ 5 വികാരങ്ങളുടെ മേലെ വിജയം പ്രാപിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. നിശ്ചയ ബുദ്ധികളായി വിജയിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നു, കൽപ്പം മുമ്പും ഞാൻ രാജ്യം ഭരിച്ചിരുന്നു. ബാബയുടെ നിർദ്ദേശമാണ് കുട്ടികളെ ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യൂ. സ്വയം ഭഗവാൻ എന്നെ പഠിപ്പിക്കുന്നു. ഞാൻ ആത്മാ തമോ പ്രധാനമായിരുന്നു, ഇപ്പോൾ സതോ പ്രധാനമായി മാറുകയാണ്. ദേഹി അഭിമാനിയായി മാറുന്നു. കൽപ്പം മുമ്പത്തെ പോലെ എൻ്റെ എല്ലാ മനോകാമനകളും പൂർത്തീകരിക്കപ്പെടുകയാണ്. ബാബ എന്നോട് കണ്ണുകളെ സംരക്ഷിക്കാൻ ആവശ്യപ്പെടുന്നു. ഞാൻ ബാബയോട് യോഗം വെക്കുന്നു. ഇതാണ് മുഖ്യമായ കാര്യം. പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയുന്നു. മോശമായതൊന്നും കേൾക്കില്ല. ബാബ നൽകുന്ന ശിക്ഷണങ്ങളെ ഞാൻ ധാരണ ചെയ്യുന്നു. ഒരു പരിധിയുള്ള ആഗ്രഹവുമില്ല. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. മായയുടെ കളിയെ സാക്ഷിയായി കാണുന്ന സദാ നിർഭയ മായാജീതാകുന്നു. ഞാൻ സാക്ഷിയായി പരിധിയുള്ള ഡ്രാമ കാണുകയാണ്. മായയുടെ വികരാള രൂപമായാലും അതിനെ കളിയായി കാണുന്നു. ഭയമോ പരിഭ്രമമോ ഇല്ല. സദാ കളിക്കാരനായി സാക്ഷിയായി മായയുടെ കളി കാണുന്നു. നിർഭയരും മായാജീത്തുമാകുന്നു. ക്രോധത്തിന് സമീപത്തുപോലും വരാൻ സാധിക്കാത്ത വിധത്തിൽ ഞാൻ സ്നേഹത്തിന്റെ സാഗരമാകുന്നു. ബാബ സൂചന നൽകുന്നു. കർമ്മം ചെയ്യുമ്പോഴും അകർത്താവ് സംബന്ധ സമ്പർക്കത്തിൽ കഴിഞ്ഞും കർമാതീത നിമിത്ത ഭാവനയോടെ ഇരിക്കുന്നു.
ഓം ശാന്തി.